السلام عليكم. الحمد لله والصلاة والسلام على أشرف خلق الله وما توفيقي إلا بالله عليه توكلت وإليه أنيب وهو حسبي نعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم. ആദരണീയരായ മദനി പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, മറ്റിവിടെ ഒരുമിച്ച് കൂടിയ സാദാത്തുക്കൾ, നേതാക്കന്മാർ, നാം എല്ലാവരും ബഹുമാനപ്പെട്ട താജുൽ ഉലമ മഹാനവറുകളെ ആദരവും ബഹുമാനവും സ്ഥാനവും മനസ്സിലാക്കിയവരാണ്. മറ്റ് പലർക്കും കിട്ടാത്ത പല ഭാഗ്യവും അവർ മുഖേന ലഭിച്ചവരുമാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ജീവിതം ഒരു സെക്കൻഡ് പോലും വെറുതെയായി പോകാത്ത വിധം ദീനിനും ഇൽമ പ്രചരിപ്പിക്കുന്നതിനും സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതിനും സ്ഥാപനങ്ങളെ നടത്തിപ്പോരുന്നതിനും കേരളമെന്നോ മറ്റ് സംസ്ഥാനങ്ങളെന്നോ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും പടർന്നു പിടിച്ചതിനോട് കൂടി ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ സ്ഥാനവും അവരുടെ വളർച്ചയും ലോകമാസകലം മനസ്സിലാക്കിയിട്ടുണ്ട്. പണ്ഡിത ലോകം മുഴുവനും മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, എല്ലായിടത്തും താജുൽ ഉലമയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ താല്പര്യവും ആഗ്രഹവും കാണിച്ചവരും അവരുടെ മുരീദുമാരുമായ ആളുകളാണ് ഉള്ളത് എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണ്. ഒരാൾ ഒരു വലിയനെ സ്നേഹിച്ചാൽ, അതല്ലെങ്കിൽ ഒരു ഉസ്താദിനെ സ്നേഹിച്ചാൽ, ആ ഉസ്താദുമായി ഏത് നിലക്കാണ് ഇടപഴകേണ്ടത് എന്ന് പ്രവർത്തനത്തിലൂടെ കാണിച്ചു തന്ന മഹാനാണ്. തന്നെ നിയന്ത്രിക്കുന്നവർ വലിയ ഉണ്ട് എന്ന് കണ്ടാൽ ആ വലിയനോട് ഏത് നിലക്കാണ് ബന്ധപ്പെടേണ്ടത് എന്നത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്ത് വെച്ച് തന്നെ നമ്മളെ കാണിച്ച് പഠിപ്പിച്ചു തന്നതാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവിടുത്തെ ഉള്ളാളത്തെ മഖാമിൽ സിയാറത്ത് ചെയ്യാത്ത ഒരു ദിവസവും ഉണ്ടാവുകയില്ല. എവിടെയും പോകുന്നുണ്ടെങ്കിൽ ഒന്ന് അവിടെ പോയി സിയാറത്ത് ചെയ്ത് പോകുന്ന വിവരം പറഞ്ഞുകൊണ്ടാണ് എവിടെയും പോകാറുള്ളത്. ഇശാ നിസ്കാരം കഴിഞ്ഞ് വിത്തർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം, ഹദാദും വിത്തറും കഴിഞ്ഞതിൻ്റെ ശേഷം അവിടുത്തെ മഖാമിൽ ചെന്നുകൊണ്ട് അവരുമായൊന്ന് ഇടവഴിയല്ലാതെ റൂമിലേക്ക് പോകാറുണ്ടായിരുന്നില്ല. അവരുടെ പ്രധാന ഉസ്താദുമാർ പലരും ഉണ്ടെങ്കിലും നമ്മളോട് പല പ്രാവശ്യവും എടുത്തു പറഞ്ഞത് കണ്യം മൊയ്ലാര് എന്ന പേരിൽ പ്രധാനപ്പെട്ട ഉസ്താദ്, അവരുടെ അടുക്കൽ നിന്നാണ് ഇൽമിൻ്റെ വലിയ ബഹർ തന്നെ സമ്പാദിച്ചത് എന്ന് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. വളരെയധികം ആദരവാണ് ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദിനോട്. അപ്പോൾ ഉസ്താദുമാരെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് എന്നും ആദരിക്കേണ്ടത് എന്നും ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ നീക്കത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും. ഒരു കൊല്ലം മാത്രം ഉസ്താദ് ആയി ശിഷ്യനായി
നിൽക്കാൻ അല്ലാഹു തആല അദ്ദേഹത്തിന് തൗഫീഖ് ചെയ്തത് ഈ കെ ഉസ്താദിൻ്റെ അടുത്താണ്. കുറേ കൊല്ലമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിൻ്റെ ദർസ് പെട്ടെന്ന് എന്തോ സ്തംഭിച്ചു പോയി, നിന്നുപോയി. എന്നോട് തന്നെ പറഞ്ഞു തരി ചരിത്രമാണ്. അങ്ങനെ നിന്നുപോയ സന്ദർഭത്തിൽ അവരുടത്തേക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ, ഇപ്പോഴെനിക്ക് ദർസ് ഏൽക്കാൻ സൗകര്യമില്ല, അതുകൊണ്ട് ഓരോരുത്തരും അവരുടെ സൗകര്യം പോലെ നീങ്ങണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുകയും അങ്ങനെ പലരും പല കോളേജുകളിലേക്കും പോകാൻ തയ്യാറായി. അതായത് ബേലൂരേക്ക് പോകാൻ പല ആളുകളും തയ്യാറായി. താജുൽ ഉലമ അറിയുന്നു, എന്നെയും പലരും ക്ഷണിച്ചു. ഞങ്ങൾ കോളേജിലേക്ക് പോവുകയാണ്, നിങ്ങളും വരുന്നില്ലേ നിന്റെ കൂടെ എന്ന് ചോദിച്ചു. ഞാൻ തീരുമാനമെടുത്തില്ല. എൻ്റെ ഷെയ്ഖായ കണ്ണിയത്ത് ഉസ്താദ് എന്ത് പറയുന്നു എന്ന് അവിടെ പോയി ചോദിച്ചതിന് ശേഷമല്ലാതെ തീരുമാനിക്കുന്നില്ലെന്ന്. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ഉസ്താദിൻ്റെ അടുത്ത് പോയി സമ്മതം ചോദിച്ചപ്പം പറഞ്ഞ മറുപടി, എഴുത്തച്ഛങ്കണ്ടി അബൂബക്കർ നല്ല കിതാബ് തിരിയുന്ന ആളാണ്, അവൻ്റെ അടുത്ത് പോയി ചോദിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ അന്വേഷിച്ച് എവിടെയാണ് ഉള്ളതെന്ന് അറിയില്ല. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള തളിപ്പറമ്പിലെ ഖുവത്തുൽ ഇസ്ലാം അറബിക് കോളേജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ദർസ് അവിടെ ഉണ്ടെന്നറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് ഒരു കൊല്ലം അവിടെ ശിഷ്യനായി ജീവിക്കുന്ന കാലത്ത് വലിയ വലിയ കിതാബുകൾ ബഹുമാനപ്പെട്ട ഈ കെ ഉസ്താദ് താജുൽ ഉലമയെ ഏൽപ്പിച്ചു എന്നും അതിലവർക്ക് തീരെ പരിചയമില്ലാത്ത ഒരു കിതാബ് ഏൽപ്പിച്ചപ്പോഴേ എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞു. മുല്ലാ ജാമി എന്ന് പറഞ്ഞ ഒരു കിതാബ്. അപ്പം പറഞ്ഞ് അത് അതിൽ ഹാസിലും മഹസൂലും ഒന്നും എനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ കെ ഉസ്താദ് പറഞ്ഞു, നീ ഖുത്ബി ഒക്കെ ഓതിയിട്ടില്ലേ? അതിൽ പറഞ്ഞതിൻ്റെ അപ്പുറമൊന്നുമില്ല. അങ്ങനെ എല്ലാ കിതാബുകളും നോക്കാതെ ദർസ് നടത്തി ശീലമുള്ള താജുൽ ഉലമ പഠിക്കാത്ത കിതാബായതുകൊണ്ട് നല്ലോണം നോക്കി പഠിച്ചുകൊണ്ട് തന്നെ ദർസ് നടത്തി. വലിയ ശിഷ്യന്മാരായിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ വളരെ ഉഷാറാണ്, ആ കിതാബിൽ കുഞ്ഞിക്കോയത്തങ്ങൾ നമുക്ക് നന്നായി ദർസ് നടത്തി തരുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഈ കെ ഉസ്താദിനോട് പറഞ്ഞ വിവരം ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഒരു ദിവസം എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. ധാരാളം കിതാബുകൾ അവിടെ നിന്ന് വലിയ വലിയ കിതാബുകളൊക്കെ ഏൽപ്പിച്ചത് വളരെ ഭംഗിയായി ദർസ് നടത്തിയിരുന്നു. അവിടെ അവരുടെ പഠിച്ച കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സിഎം വലിയുല്ലാഹി ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാരും ഉണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഉസ്താദുമാരെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. അതെങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തു പറയുമ്പോഴും കണ്യം മൈലാരി എന്ന് പറയുന്നത് വളരെ ആവേശത്തോടു കൂടിയാണ് പറയുക. എന്തെങ്കിലും വിഷയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുകയും പല ജാതിയിലുള്ള സഹായങ്ങളും പലതും ചെയ്യുകയും ചെയ്യൽ പതിവായിരുന്നു. കണ്ണിയത്ത് ഉസ്താദിൻ്റെ അടുത്ത് ഞാൻ പഠിക്കുന്ന സന്ദർഭത്തിൽ പല സമയങ്ങളിലും താജുൽ ഉലമ അവിടെ വരികയും വളരെ ആദരവോടുകൂടി എല്ലാ കാര്യങ്ങളും ചോദിച്ച് ചെയ്യുന്ന ഒരു നിലപാട് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഉസ്താദുമാരോട് നാം കാണിക്കേണ്ടത് അതേ നിലപാടാണ്. നാം താജുൽ ഉലമയുടെ ശിഷ്യനാണെന്ന നിലയ്ക്ക് വെറും ശിഷ്യനാണെന്ന് പറഞ്ഞു തന്നാൽ പോരാ. അങ്ങേയറ്റം മനസ്സിൽ നാം അവരെ ഇറക്കണം. അതനുസരിച്ച് അവരുടെ നൂറാനിയത്ത് നമ്മളിലേക്ക് പകരും എന്നുറപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇടയ്ക്കിടെ വന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ
മഖബറയിലേക്ക് വന്നാൽ മഖബറയല്ല നാം സന്ദർശിക്കുന്നത്. അന്ന് മുമ്പൊക്കെ നമ്മൾ നേരെ പോയി കാണാവുന്ന താജുൽ ഉലമയെ തന്നെയാണ് നമ്മൾ വരുന്നത് കാത്തു നിൽക്കുന്നുണ്ട്, നമ്മളെ അഭിസംബോധനം ചെയ്യുന്നുണ്ട്, നമ്മളെ സ്വീകരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശിഷ്യന്മാരായ നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഇത്ര തിരക്കുള്ള സമയത്താണെങ്കിലും എന്തെങ്കിലും ഭക്ഷണം തന്നു വിടാനോ ദ്വാരന്ന് വിടാനോ മന്ത്രിച്ചു വിടാനോ ഒരിക്കലും മറന്നു പോകാറില്ല. കഴിയുന്നതും ചില ആളുകൾക്കെല്ലാം ഭക്ഷണം വരെ ഇന്നടത്ത് പോയി കഴിക്കണമെന്ന് ഏൽപ്പിച്ചിട്ടാണ്. ഒരു ദിവസം വേണ്ട എന്ന് ഞാൻ പറഞ്ഞു പോയതിൻ്റെ പേരിൽ വലിയ ആക്ഷേപമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശിഷ്യന്മാരോ അതുപോലെയുള്ളവരോ വന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലും മറ്റ് എല്ലാ വിഷയത്തിലും അങ്ങേയറ്റം ശ്രദ്ധ ഉള്ളവരാണ്. നാമും ഉസ്താദിനോട് ആ നിലക്കാകണം. നമ്മൾ ശിഷ്യന്മാരോടും നാം ആ നിലക്ക് തന്നെ പെരുമാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല താജുൽ ഉലമയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തി തരട്ടെ. എല്ലാ ആഫത്തുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഇൽമു അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിൽ ഇൽമിന്റെ നൂറാനിയത്ത് ഉറപ്പിച്ചു തരട്ടെ. നീട്ടുന്നില്ല, പലരും സംസാരിക്കാൻ ഇവിടെയുണ്ട്. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ് ഇന്നലെ തന്നെ ഇവിടെ എത്തിയതാണ്. ഉസ്താദിന്റെ സമയം നഷ്ടപ്പെടുത്തുന്നില്ല.